നമസ്കാരം. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ നെഞ്ചുവേദനയായ ആൻജിന എന്നിവ തടയാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആംബ്ലിക് 5 ടാബ്ലറ്റ്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം എളുപ്പമാക്കുകയും ചെയ്യുന്നതിനാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തടയാൻ സഹായിക്കുന്നു. സിപ്ല ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ആംലോഡിപ്പിനാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ഇതൊരു കാൽസ്യം ചാനൽ ബ്ലോക്കറാണ്. ഹൃദയത്തിലേക്കും രക്തക്കുഴലുകളിലേക്കും കാൽസ്യം പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് രക്തക്കുഴലുകൾക്ക് റിലാക്സേഷൻ നൽകുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം എളുപ്പമാക്കുകയും ചെയ്യുന്ന മരുന്നാണ് കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ. ഉയർന്ന രക്തസമ്മർദ്ദം, ആൻജീന, ഹൃദയമിടിപ്പുമായി ബന്ധപ്പെട്ട ചില രോഗാവസ്ഥകൾ എന്നിവ ചികിത്സിക്കുന്നതിന് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഇതിലെ ഡൈഹൈഡ്രോപിരിഡിനുകൾ എന്ന വിഭാഗത്തിലുള്ളതാണ് അമ്ലോഡിപ്പിൻ. ഇത് പ്രധാനമായും രക്തക്കുഴലുകളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് രക്തക്കുഴലുകളെ റിലാക്സേഷൻ ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തി ഹൃദയത്തിന്റെ സ്ട്രെയിൻ കുറയ്ക്കുന്നു. രക്തക്കുഴലുകൾക്ക് റിലാക്സേഷൻ നൽകുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയത്തിന് രക്തം എളുപ്പത്തിൽ പമ്പ് ചെയ്യുന്നതിന് കഴിയുകയും ചെയ്യുന്നു. ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനാൽ ആൻജീന എന്ന നെഞ്ചുവേദന കുറയുന്നു. ചിലതരം കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പായ അറിത്മിയ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. കൈവിരലുകളിലും കാൽവിരലുകളിലും തണുപ്പും വേദനയും ഉണ്ടാക്കുന്ന റെയ്നോഡ്സ് ഫിനോമിനൻ ചികിത്സിക്കുന്നതിന് ഇവ ഉപയോഗിക്കാം. ഈ അവസ്ഥയിൽ കൈകാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ സഹായിക്കുന്നു. കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ ഹൃദയത്തിലെയും രക്തക്കുഴലുകളിലെയും കോശങ്ങളിലേക്ക് കാൽസ്യം പ്രവേശിക്കുന്നത് തടയുന്നു. കാൽസ്യം ഹൃദയത്തിനെയും ധമനികളെയും ശക്തമായി അമർത്തുന്നതിന് കാരണമാകുന്നു. കാൽസ്യം പ്രവേശിക്കുന്നത് തടയുന്നതിനാൽ രക്തക്കുഴലുകളെ റിലാക്സേഷൻ ആക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ആംബ്ലിക് 5 ടാബ്ലറ്റ് ശരീരത്തിലെ ഓക്സിജന്റെ ഫ്ലോ മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ നെഞ്ചുവേദന തടയുകയും ചെയ്യുന്നു. ആംബ്ലിക് 5 ടാബ്ലറ്റ് തനിച്ചോ മറ്റു മരുന്നുകൾക്കൊപ്പമോ ഉപയോഗിക്കാവുന്നതാണ്. രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും ആശ്രയിച്ചാണ് ഡോസ് തീരുമാനിക്കുന്നത്. ഇത് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഭക്ഷണത്തിനു മുൻപോ ശേഷമോ കഴിക്കാവുന്നതാണ്. എങ്കിലും എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കുന്നത് രക്തത്തിൽ മെഡിസിന്റെ പ്രസൻസ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും. ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കണം. സാധാരണയായി ഇത് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റിനുള്ള മെഡിസിനാണ്. ഉയർന്ന രക്തസമ്മർദ്ദം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലായാലും ഡോക്ടറുടെ അനുവാദമില്ലാതെ മരുന്ന് കഴിക്കുന്നത് നിർത്താൻ പാടില്ല. മരുന്ന് കഴിക്കുന്നതോടൊപ്പം പതിവായി വ്യായാമം ചെയ്യുന്നതും ശരീരഭാരം നിയന്ത്രിക്കുന്നതും ആരോഗ്യകരമായ ഭക്ഷണരീതി ശീലിക്കുന്നതും രോഗാവസ്ഥയ്ക്ക് കുറവ് വരുന്നതിന് സഹായിക്കും. മെഡിസിന്റെ ഡോസ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും കഴിക്കാൻ മറന്നുപോയാൽ ഉടൻ തന്നെ കഴിക്കുക. എന്നാൽ അടുത്ത ഡോസ് കഴിക്കേണ്ട സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. അധികമായി മെഡിസിൻ കഴിക്കരുത്. ഇതിലെ കണ്ടന്റിനോട് അലർജി ഉള്ളവർ മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ്. കൂടാതെ കരൾ, വൃക്ക തകരാറുകളുള്ളവരും പ്രഗ്നന്റ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയേണ്ടതാണ്. രക്തസമ്മർദ്ദത്തിനുള്ള മറ്റു മരുന്നുകൾ കഴിക്കുന്നവരും ഹൃദ്രോഗത്തിനുള്ള മരുന്ന്, മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഡോക്ടറോട് വിവരം പറയേണ്ടതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളെ നശിപ്പിക്കുകയും രോഗാവസ്ഥ കൂടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ധമനികൾ ചുരുങ്ങുമ്പോൾ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, മറ്റ് ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ എന്നിവയുണ്ടാകുന്നു. വൃക്കകൾ, ഓർമ്മശക്തി, കാഴ്ച എന്നിവയെ ഇത് വിപരീതമായി ബാധിക്കുന്നു. ഇതിന്റെ നീണ്ടകാലത്തെ ഉപയോഗം കണങ്കാലിന് വീക്കമുണ്ടാക്കാം. കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുമ്പോൾ കാലുകൾ ഉയർത്തി വയ്ക്കുന്നത് ഇതിനൊരു പരിഹാരമാണ്. ഈ അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണുക. ഡോക്ടർ പറയുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മെഡിസിൻ കഴിക്കരുത്. കാരണം ഇത് ബോധക്ഷയം, കൈകളിലും കാലുകളിലും ചുവപ്പ്, ചൂട്, ഹൃദയമിടിപ്പിന്റെ വേഗം കൂട്ടുക എന്നിവയ്ക്ക് കാരണമാകുന്നു. ബ്ലഡ് പ്രഷർ ഉള്ളവർ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി ശ്വസനം, ധ്യാനം അല്ലെങ്കിൽ യോഗ പോലുള്ളവ നല്ലതാണ്. ഉറക്കക്കുറവും പുകവലിയും ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. അതിനാൽ നല്ല ഉറക്കം ശീലിക്കുന്നതും പുകവലി ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിലും പതിവായി ബ്ലഡ് പ്രഷർ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്.
ചെറിയ രീതിയിൽ ശരീരഭാരം കുറയ്ക്കുന്നതും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പ്രത്യേകിച്ച് അമിതഭാരമുള്ളവരോ പൊണ്ണത്തടിയുള്ളവരോ ആണെങ്കിൽ. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽപ്പെടുന്നു. ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ സോഡിയത്തിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. വാഴപ്പഴം, മധുരക്കിഴങ്ങ്, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് മരുന്നിനോടൊപ്പം പതിവായി വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, ശരീരഭാരം നിയന്ത്രിക്കൽ, സോഡിയം കഴിക്കുന്നത് നിയന്ത്രിക്കുക എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമങ്ങളിൽ എയറോബിക് വ്യായാമം, അതായത് നടത്തം, ജോഗിംഗ്, സൈക്ലിംഗ്, നീന്തൽ എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. കണങ്കാലുകളിലോ കാലുകളിലോ വീക്കമുണ്ടാക്കുന്ന എഡിമ, തലവേദന, സ്കിന്നിന് ചൂട്, ചുവപ്പ്, തലകറക്കം, ക്ഷീണം, ഹൃദയമിടിപ്പ് കൂട്ടുക, ഓക്കാനം എന്നീ സാധാരണ പാർശ്വഫലങ്ങളോടൊപ്പം റാഷസ്, ചൊറിച്ചിൽ, മുഖം, ചുണ്ടുകൾ, നാക്ക് എന്നിവയുടെ വീക്കം എന്നീ കഠിനമായ അലർജി റിയാക്ഷൻസും, താഴ്ന്ന രക്തസമ്മർദ്ദം, മരുന്ന് കഴിക്കാൻ ആരംഭിക്കുമ്പോഴോ ഡോസ് കൂട്ടുമ്പോഴോ ഉണ്ടാകുന്ന ആൻജീന അല്ലെങ്കിൽ ഹൃദയാഘാതം എന്നീ ഗുരുതരമായ പാർശ്വഫലങ്ങളും ഇതിനുണ്ട്. ഈ മെഡിസിൻ സാധാരണയായി രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവിനെ ബാധിക്കുന്നില്ല. ഹൈ ബ്ലഡ് പ്രഷറിനുള്ള മരുന്നുകളെ ഡയൂററ്റിക്സ്, ACE ഇൻഹിബിറ്ററുകൾ, ARBകൾ, കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ, ബീറ്റ ബ്ലോക്കറുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ശരീരത്തിലെ യൂറിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് ഡയൂററ്റിക്സ്. വാട്ടർ പിൽസ് എന്നും ഇവ അറിയപ്പെടുന്നു. അവ ശരീരത്തിലെ അധികമായുള്ള ഉപ്പും വെള്ളവും പുറത്തു കളയുന്നതിന് സഹായിക്കുന്നു. ACE ഇൻഹിബിറ്ററുകളും ARBകളും രക്തക്കുഴലുകളെ ചുരുക്കുന്ന ഹോർമോണുകളെ തടയുന്നു. ഉദാഹരണത്തിന് എനലാപ്രിൻ, ലോസാർട്ടൻ തുടങ്ങിയവ. കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ രക്തക്കുഴലുകൾക്ക് റിലാക്സേഷൻ നൽകുന്നു. അംലോഡിപ്പൈൻ, നിഫെഡിപ്പൈൻ എന്നിവ ഉദാഹരണങ്ങളാണ്. ബീറ്റ ബ്ലോക്കറുകൾ ഹൃദയമിടിപ്പ് സാവധാനത്തിലാക്കുകയും അതിന്റെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. അറ്റനലോൾ, പ്രൊപ്രനോലോൾ തുടങ്ങിയവ ഇവയ്ക്കുദാഹരണങ്ങളാണ്. മുതിർന്നവരിലും 6 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ചികിത്സിക്കുന്നതിന് അംലോഡിപ്പൈൻ തനിച്ചോ മറ്റു മരുന്നുകൾക്കൊപ്പം ചേർത്തോ ഉപയോഗിക്കുന്നു. ഹൃദയവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയായ ആൻജീന, ഹൃദയത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളുടെ സങ്കോചമായ കൊറോണറി ആർട്ടറി രോഗം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഹൃദയത്തിലെയും രക്തക്കുഴലുകളിലെയും ചില മസിൽ സെൽസുകളിലേക്ക് കാൽസ്യം പ്രവേശിക്കുന്നത് ആംലോഡിപ്പൈൻ തടയുന്നു. ഇത് രക്തക്കുഴലുകൾക്ക് റിലാക്സേഷനും വികസിക്കുന്നതിനും കാരണമാകുന്നു. രക്തസമ്മർദ്ദവും ഹൃദയത്തിന്റെ പ്രവർത്തനവും ഹൃദയത്തിന്റെ അമിതമായ പ്രവർത്തനവും കുറയ്ക്കുന്നു. ഈ മരുന്ന് പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചിലരിൽ ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. സാധാരണയായി ഇവ മിക്കതും ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയോ മാറാതെ നിൽക്കുകയോ ചെയ്താൽ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ്. കാലുകൾ, കണങ്കാലുകൾ എന്നിവയ്ക്കുണ്ടാകുന്ന വീക്കം, തലകറക്കം, മുഖം ചുവന്നു വരികയോ ചൂട് അനുഭവപ്പെടുകയോ ചെയ്യുക, ക്ഷീണം, ക്രമം തെറ്റിയുള്ളതോ വേഗത്തിലുള്ളതോ ആയ ഹൃദയമിടിപ്പ് എന്നിവ ഇതിന്റെ ചില സാധാരണ പാർശ്വഫലങ്ങളാണ്. കടുത്ത തലകറക്കം, കാലുകൾ, മുഖം, കൈകൾ എന്നിവയ്ക്കുണ്ടാകുന്ന കടുത്ത വീക്കം അഥവാ എഡിമ, ശ്വാസതടസ്സം, നെഞ്ചുവേദന, കഠിനമായ വയറുവേദന, ഓക്കാനം, ഛർദി, കരൾ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായ കണ്ണുകൾക്കും സ്കിന്നിനും മഞ്ഞ നിറം, ബ്ലീഡിംഗ് എന്നീ ഗുരുതരമായ പാർശ്വഫലങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാവരിലും ഈ പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാറില്ല. ഓരോരുത്തരിലും ഇതിന്റെ തീവ്രത വ്യത്യസ്തമായിരിക്കും. ഇവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. സൂര്യപ്രകാശം ഏൽക്കാത്ത തണുത്തതും ഉണങ്ങിയതുമായ സ്ഥലങ്ങളിൽ വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.